ഞാൻ ഇന്നൊരു നെയിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ ക്ലിയർ നെയിൽ പോളിഷ് യൂസ് ചെയ്ത് ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ നെയിൽ പെയിൻ്റാണ് അടിച്ചു കൊടുക്കാനായിട്ട് പോണത്. നമ്മളെപ്പോഴും നെയിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈഡ് ടു സൈഡ് പെയിൻറ്റ് ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് ഒരു കോട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് കൂടി അടിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ എല്ലാ വിരലിലും ചെയ്തിട്ടുണ്ട്. 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ഇത്തിരി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്സ് ഉണ്ടല്ലോ, ആ ബഡ്സ് യൂസ് ചെയ്ത് നെയിൽ പോളിഷ് റിമൂവർ ബഡ്സിൽ ഒരല്പം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാണ് നല്ലത്. ഇനി ഞാനിവിടെ റിംഗ് ഫിംഗറിലാണ് നെയിൽ ആർട്ട് ചെയ്യാനായിട്ട് പോണത്. ആദ്യം തന്നെ ഗ്രീൻ കളർ നെയിൽ പോളിഷ് യൂസ് ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിച്ച്, നമ്മുടെ നെയിൽ പെയിൻറ്റിൻ്റെ ആ ഒരു ബ്രഷ് ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്ത് ഒന്ന് ചരിച്ച് പിടിച്ച് ഒരു 5 ലീഫാണ് ഞാനിവിടെ ആദ്യം തന്നെ വരച്ച് കൊടുക്കാനായിട്ട് പോണത്. നമ്മൾ ആ ബ്രഷ് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിനുശേഷം ഓറഞ്ച് കളർ നെയിൽ പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, ടൂത്ത് പിക്കാണ് ഞാനിവിടെ നെയിൽ ആർട്ടിനായിട്ട് യൂസ് ചെയ്യണത്. ഇതുപോലെ ചുറ്റുമുള്ള ഭാഗത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഒന്ന് നമ്മുടെ നെയിൽ പോളിഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചുറ്റുമുള്ള ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം അതിൻ്റെ നടുക്കിലായിട്ട് യെല്ലോ കളർ നെയിൽ പെയിൻറ്റ് വെച്ചിട്ട് ഒരു ചെറിയ ഡോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ തൊട്ടടുത്ത് വീണ്ടും ഒരു ഫ്ലവർ കൂടി ഉണ്ടാക്കാൻ പോവാണ്. വയലറ്റ് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ഫ്ലവർ പോലെ അത് ആക്കിയെടുക്കുകയാണ്. അതിനുശേഷം ബ്ലൂ കളർ നെയിൽ പോളിഷ് യൂസ് ചെയ്ത് നമ്മുടെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്രീൻ കളർ പെയിൻറ്റ് നമ്മൾ ലീഫിന് വേണ്ടി എടുത്തില്ലേ, ആ നെയിൽ പോളിഷ് തന്നെ യൂസ് ചെയ്ത് നടുക്കി കൂടെ ഒരു ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ക്ലിയർ നെയിൽ പോളിഷ് ഒരു വട്ടം കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഉണങ്ങും, എങ്കിലും നമ്മളൊരു 10 മിനിറ്റിന് ശേഷം ക്ലിയർ കോട്ട് അടിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ നെയിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്തിരിയെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം.